സൂര്യ തെറ്റിന്റെ ഭാഗത്താ. രീതി അതാണ്. അപ്പൊ അല്ലാത്തതിലൊക്കെ ആണെങ്കിൽ ഏതാ അപ്പൊ ലാലേട്ടൻ തന്നെ ഇത് കഴിഞ്ഞിട്ട് പറയും ഇങ്ങനെ ആൾക്കാരുണ്ടോടാ. പിന്നെ ലാലേട്ടനെ നേരിട്ട് കാണുക ഇല്ല. ഇത് രണ്ട് മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. രണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇന്നതാണെന്ന് പറയണ്ട. അപ്പൊ എന്തായാലും കൺഫേം സെക്കൻഡ് പാർട്ട് ഉണ്ട്. അടിപൊളി. ഹായ് ഹലോ എവ്രി വൺ, എല്ലാവർക്കും ICGയിലേക്ക് സ്വാഗതം. ആൻഡ് യു വാച്ചിങ് മീ മീനാക്ഷി സുധീർ. ഇന്ന് എൻ്റെ ഒപ്പം എനിക്ക് വളരെയേറെ പ്രിയപ്പെട്ട എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആക്ടർ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. യെസ്, എൻ്റെ ഒപ്പം ജോയിൻ ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും ജനപ്രിയ നായകനായിട്ടുള്ള ദിലീപേട്ടൻ ഉണ്ട്. ആൻഡ് ദിലീപേട്ടനോടൊപ്പം തന്നെ ദിലീപേട്ടൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസായിട്ടുള്ള ഇപ്പം തിയേറ്റർ അടക്കി വാഴുന്ന ബബ്ബബ്ബ സിനിമയുടെ ആക്ടേഴ്സും പിന്നെ ഡയറക്ടറുമാണ്. എല്ലാവരെയും ഞാൻ ഇന്റർവ്യൂവിലേക്ക് സ്വാഗതം ചെയ്ത് ഞാൻ ഭയങ്കര ഓവർ എക്സൈറ്റഡ് ആകട്ടോ. അതുകൊണ്ട് ഒരു ഇച്ചിരി എക്സൈറ്റ്മെന്റ് ഒരു ഹൈപ്പ് ദിലീപേട്ടുള്ളത് ഉണ്ട്. അപ്പൊ എന്തുകൊണ്ട് നിങ്ങളുടെ ഈ ഇന്റർവ്യൂവിന് പറ്റിയ ഒരാളാണ് എന്നല്ലേ, ഈ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ ഒരാളാണെന്ന് തോന്നുന്നുണ്ടല്ലോ. അതായത് ധനഞ്ജയ ചേട്ടന്റെ ഇന്റർവ്യൂ ഞാൻ 2 ദിവസം മുമ്പ് നമ്മൾ വീണ്ടും കണ്ടതാണ്. ഇവൾ എന്താണ് എന്നോട് ഇന്ന് വേറെ ചോദിക്കാൻ പോകുന്നത് ധനഞ്ജയ ചേട്ടൻ ആലോചിക്കുന്നുണ്ട്. ബട്ട് ഐ ഹാവ് എ ഫ്യൂ ക്വസ്റ്റ്യൻസ് ഫോർ യു. ദിലീപേട്ടാ, ഹായ്. സുഖം. ദിലീപേട്ടൻ എന്താ വിശേഷം? അങ്ങനെ പോണോ, അറിയാലോ വിശേഷങ്ങൾ. ബബ്ബബ്ബ തിയേറ്ററിൽ ഗംഭീരമായിട്ട് ഓടുന്നു. അതിന്റെ സന്തോഷം. ഹാപ്പി അല്ലേ? സോ ഹാപ്പി. അയ്യോ, അത് കേട്ടാ മതി നമുക്ക്. എന്താണ് സിനിമ ഇറങ്ങിയിട്ടുള്ള പ്രേക്ഷകരുടെ റെസ്പോൺസ്? സിനിമ തിയേറ്ററിൽ ശരിക്കും പറഞ്ഞാൽ ആളുകൾ പറഞ്ഞത് 8-10 വർഷങ്ങളായിട്ട് ഞങ്ങൾ തിയേറ്ററിൽ വന്നിട്ട് ഇത്രയധികം ആളുകൾ എൻജോയ് ചെയ്യുക, അതിൻ്റെ പാർട്ടാവുക, ഇറങ്ങി ഡാൻസ് ചെയ്യുക, ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുക, ആ ഒരു പിന്നെ അതല്ല എന്താ പറയുക, കൂടുതലും ടീമായിട്ടാണ് ടിക്കറ്റ് എടുത്ത് വന്നിട്ട് എൻജോയ് ചെയ്യാന്ന് പറയില്ലേ. ചെറുപ്പക്കാർക്കൊക്കെ പബ്ബിൽ കയറിയ എഫക്റ്റാന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് കിട്ടുന്ന ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസാണ്. അതെ അതെ. ഈ അഴിഞ്ഞാട്ടം എന്ന് പറയുന്ന പാട്ട് ഇറങ്ങിയ അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുക. ഈ പാട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ദിലീപേട്ടനും ലാലേട്ടനും കൂടെ ഒരുമിച്ച് ഡാൻസ് കളിക്കണ ഒരു പാട്ട്, അത് സ്ക്രീനിൽ നമ്മൾ കണ്ടിട്ട് കുറച്ച് നാളായി. അപ്പോഴത്തേക്കും ഞങ്ങൾ യൂട്യൂബ് എടുത്ത് ഫുൾ സൗണ്ടിൽ പാട്ട് വെച്ച് കേട്ട് ആ മൊമെന്റിൽ തന്നെ ഞാൻ ദിലീപേട്ടനെ മെസ്സേജ് അയക്കണ്ടായി. ലൈക്ക് ആസ് എ ഫാൻ ഗേൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അത് കണ്ടപ്പോഴത്തേക്കും. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറ ദിലീപേട്ട. ലൈക്ക് പ്രിൻസ് ആൻഡ് ഫാമിലി ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പവി കെയർടേക്കർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ബട്ട് അതിലൊന്നും ഇല്ലാത്തൊരു അഴിഞ്ഞാട്ടമാണ് ബബ്ബബ്ബയില്. അപ്പൊ കുറെ കാലമായി ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ കുറെ വർഷങ്ങളായി ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ നമ്മൾ സ്ക്രീനിൽ പെർഫോം ചെയ്തിട്ട് നമ്മളിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു അഴിഞ്ഞാടുക അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്ന രീതിയിലുള്ളൊരു വേഷങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇതിലാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഞാൻ മാത്രമല്ല എല്ലാവരും അങ്ങനെ ഓരോ തരത്തിലെ പ്രാന്തമാരെന്ന് പറയും. ആ രീതിയിലാണ്. അപ്പോൾ എല്ലാവരോടും കൂടി കഴിഞ്ഞപ്പോഴാണ് ഇതൊരു ശരിക്കും എന്റെ ക്യാപ്ഷൻ തന്നെ കറക്റ്റാണ്, വെൽക്കം ടു ദ വേൾഡ് ഓഫ് മാഡ്നസ്. എക്സാക്ട്ലി. ആ ഒരു മാഡ്നസ് നമ്മുടെ മൈൻഡിൽ ഇരുത്തിയിട്ട് വേണം നമ്മൾ ബബ്ബബ്ബ തിയേറ്ററിൽ ഇരുന്ന് കാണാനായിട്ട്. അപ്പം ദിലീപേട്ടൻ ഇപ്പൊ പറഞ്ഞ ആ ഒരു എല്ലാവർക്കും ഒരു പൊടിക്ക് വട്ടുണ്ട് സിനിമയിൽ എന്ന് പറഞ്ഞ ആ ഒരു ഇതുകൊണ്ട് ഞാൻ നേരെ നമ്മുടെ സ്വന്തം റിയാസിക്കയിലേക്ക് കണക്ട് ചെയ്തോട്ടെ. എന്തായിരുന്നു നമ്മൾ കണ്ടത്? അതായത് ഇക്ക വന്നപ്പോൾ തിയേറ്ററിന്റെ മൊത്തത്തിലുള്ള ഒരു കളറേ അങ്ങോട്ട് മാറി. ഒന്നാമത് മറ്റേ സാധനം വെച്ചിട്ട് ഡിസ്കോ ആയിട്ടാണ് വരുന്നത്. യുവർ കോസ്റ്റ്യൂം ആൻഡ് എവറിത്തിങ്. ടൊർണാഡോ. ടെൽ മീ അബൌട്ട് ടോർപിഡോ. ആ ഒരു എന്താ പറയാ, ഒരു പൊടിക്ക് കയറി നിൽക്കുന്ന ക്യാരക്ടർ ചെയ്തപ്പോ ഇക്കൊക്കെ എന്താണ് തോന്നിയത്? ഓൾ താങ്ക്സ് ടു മൈ ഡയറക്ടർ ധനഞ്ജയൻ. ഞാൻ വൈഫായിട്ട് മാരീഡിലായിരുന്നു. ഒരു പ്രോഗ്രാം, ഒരു കല്യാണത്തിന് വന്നതാണ്. അപ്പോഴാണ് സുരേഷിനെ കാണാൻ വരുന്നതും ധനൻ വിളിക്കുന്നതും ഫോണിൽ കൂടെയാണ് പറയുന്നത്. ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. ഓക്കെ, ഷൂട്ടിംഗ് ഡേറ്റ് പറഞ്ഞു, ഞാൻ അവിടെ എത്തിക്കോളാം എന്ന് പറഞ്ഞു. എന്താണ് വൺ ലൈൻ പറഞ്ഞത്? അതാണ് എനിക്ക് ക്യൂരിയസ് ആയിട്ട്. വൺ ലൈൻ ഒന്നും ഇല്ല. നിങ്ങൾ വരിക, അഴിഞ്ഞാടുക, ഇന്റർ ബ്ലോക്കിൽ വരിക, ഇപ്പൊ കണ്ട സാധനം ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ കോസ്റ്റ്യൂം എന്താണെന്നറിയില്ല, ഇതിന്റെ മേക്ക് ഓവർ എന്താണെന്നറിയില്ല, ഒന്നും അറിയില്ല. ഞാൻ ലൊക്കേഷനിലെത്തി, മേക്ക് ഓവർ ചെയ്തു, വന്ന് കാണിച്ചു. പിന്നെ നേരെ കാണുന്ന ദിലീപേട്ടനാണ്. സാധനം ഇട്ടുകൊണ്ട് ഇറങ്ങി വന്നപ്പോൾ ഓക്കെ അല്ലേ എന്ന് പറഞ്ഞു. ആ കറക്റ്റ്, വയ്ക്കോ എന്ന് പറഞ്ഞു. പിന്നെ ഇതൊരു പിന്നെ അവരത് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്തു.
പിന്നെ നമ്മളെ വിട്ടു. പിന്നെ പ്ലേറ്റിൽ എല്ലാം വെച്ചിട്ടുണ്ട്, തൈര് വച്ചത് മറിച്ചത് എല്ലാം. അപ്പം എല്ലാം കൂടി കൂട്ടി ആക്ടർ എടുത്ത് കഴിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ അത് ഇത്രയേറെ സദ്യ നമ്മൾ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുമ്പോഴാണ് നിങ്ങൾ ഒരു കിടിലൻ അടപ്രഥമൻ പോലെ നമ്മളെ ലാലേട്ടനെ നമുക്ക് കൊണ്ട് തരുന്നത്. അതും കൂടെ കണ്ടപ്പം സദസ്സൊന്ന് ഇളകി, മറ്റേ പറഞ്ഞ സദസ്സൊന്ന് ഇളകി. അതിന്റെ ഒരു അഡ്രിനാലിൻ റഷ്, അതിന്റെ ഇത് ദിലീപേട്ടനായിരിക്കും കുറേ കൂടെ അത് നേരിട്ടറിയാം. ബിക്കോസ് യു ആർ ദ വൺ ഹു വാസ് ഡാൻസിങ് വിത്ത് ഹിം. അതിനെ പറ്റി ഒന്ന് പറയൂ ദിലീപേട്ടൻ. നമ്മൾ ചൈന ടൗണിലാണ് ലാസ്റ്റ് നിങ്ങൾ. എനിക്ക് തോന്നുന്നു ഒരു 14 വർഷത്തിന് ശേഷമാണ് ഞാൻ ലാലേട്ടനോട് അഭിനയിക്കുന്നത്. അയ്യോ. ലാലേട്ടൻ വരുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തൊരു വേറൊരു പോസിറ്റീവ് വൈബാണ്. പിന്നെ എപ്പോഴും എല്ലാം ഇങ്ങനെ എന്താ പറയുക, ഒരു എൻഹാൻസ് ചെയ്ത് ഭയങ്കര പോസിറ്റീവ് വൈബ് ഉണ്ടാക്കാൻ ഭയങ്കര മിടുക്കനാണ് ലാലേട്ടൻ. ലാലേട്ടൻ വരുമ്പോൾ തന്നെ എല്ലാവരും സജീവമായി അങ്ങനെയുള്ളൊരു അവസ്ഥയുണ്ടല്ലോ. പിന്നെ ഈ പറയുന്ന പോലെ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ഞങ്ങൾ തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ഡാൻസുമേയാണ് അങ്ങോട്ട് കയറുന്നത്. അത് 300-400 ആൾക്കാർ, ഡാൻസേഴ്സും എല്ലാമായിട്ട് ഭയങ്കര വലിയ സെറ്റ് ഇട്ടിട്ട് അതിനകത്താണല്ലോ ഡാൻസും ബഹളമൊക്കെ എടുക്കുന്നത്. പിന്നെ മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന പോലെ നമുക്കും ഒരു ടെൻഷൻ ഉണ്ട്. കാരണം 14 വർഷത്തിന് ശേഷം ഞങ്ങൾ ശരിക്കും ഒരുമിച്ച് സ്ക്രീൻ സ്പേസ് ഉണ്ടാവുന്നു. പിന്നെ ഡാൻസാണ്, അതാണ് ഞാൻ ഒരു പരിചയമില്ലാത്തൊരു സാധനത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. പിന്നെ ലാലേട്ടൻ്റെതായ ഒരു ഗ്രേസും പരിപാടികളൊക്കെ ഉണ്ട് പാട്ടിൽ. പിന്നെ അപ്പം നമ്മൾ റിഹേഴ്സൽ വയ്ക്കുമ്പോൾ മാസ്റ്റർ പഠിപ്പിക്കുന്നതും ഇതും ഒക്കെ നോക്കി നമ്മൾ അതിൻ്റെ കൂടെ അങ്ങനെ മെർജ് ചെയ്ത് പോകാമെന്ന് പറയില്ലേ. പക്ഷെ അത് ലാലേട്ടനും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് ആ ക്യാരക്ടറിനെയും ചെയ്തിരിക്കുന്നത്. കാരണം ഇതിനകത്ത് ഇയാളെന്തെങ്ങനെയെന്ന് ചോദിക്കുന്ന ഒരു സാധനം മനസ്സിലിട്ടുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സുഖം വരില്ല. കാരണം ഇതിന് ആദ്യമേ തന്നെ പറഞ്ഞു ഇതിന് ലോജിക്കില്ല. അപ്പോൾ ലാലേട്ടൻ തന്നെ ഇത് കഴിഞ്ഞിട്ട് പറയും, ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടോടാ, ഇങ്ങനെയൊക്കെ പറയൂ എന്നൊക്കെ ചോദിച്ചിട്ട് അത് നമ്മൾ പക്ഷെ ചെയ്യുന്ന സമയത്ത് അത് എൻജോയ് ചെയ്ത് ചെയ്യാന്ന് പറയില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ലാലേട്ടനോട് ഇഷ്ടമുള്ള, ലാലേട്ടൻ്റെ സിനിമകളെ ഇഷ്ടമുള്ള ആൾക്കാർ കാണാൻ ഒന്നും കൂടി അത് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ച കുറേ സാധനങ്ങൾ ധനഞ്ജയ പോയി റിക്വസ്റ്റ് ചെയ്ത് വാങ്ങിച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ തിയേറ്ററിൽ ഭയങ്കര ഓളവും ബഹളവും കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. അപ്പം അത് പിന്നെ അത് കഴിഞ്ഞിട്ട് ലാലേട്ടനും ഈ പാട്ടിനെ കുറിച്ച് ഭയങ്കര ഇതായിരുന്നു, ഈ ഡാൻസും. കാരണം ഇത് പാട്ട് മാത്രമായിട്ട് കേട്ടാൽ ചിലപ്പോൾ എത്രത്തോളം എങ്ങനെയാണ് വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആ സിനിമയിൽ ആ കഥയിലൂടെ വരുമ്പോഴാണ് ഈ പാട്ട് എങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നതെന്ന് പറയുന്നത്. അതാണ് ശരിക്കും ജനം അത് ഭയങ്കരമായിട്ട് എടുത്ത് ആഘോഷിച്ചത് തിയേറ്ററിൽ. യെസ്. ഈ ദിലീപേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓഡിയൻസ് ലാലേട്ടനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലാണ് ബാലേട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ നമ്മുടെ മുമ്പിലേക്ക് ധനഞ്ജയ ചേട്ടനെ എത്തിച്ചിട്ടുള്ളത്. അത് എങ്ങനെയായിരുന്നു സിനിമയുടെ റൈറ്റിംഗ് സമയത്തെ ഉള്ളിലുണ്ടായിരുന്നു? ദിസ് ഇസ് ദ വേ ഹൗ ഐ വോണ്ട് ടു ബ്രിങ് ദ ഒറിജിനൽ ഗാങ്സ്റ്ററിനെ ഇങ്ങനെ തന്നെ കൊണ്ടുവരണം എന്നുള്ളത് മനസ്സിൽ അന്നേ ഉണ്ടായിരുന്നോ? അതോ ഈ ക്യാരക്ടറൊക്കെ വന്നതിന് ശേഷം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസിനെ ഒന്നും കൂടെ നമുക്ക് ഇതാക്കാൻ പറ്റും ഉള്ളതായിരുന്നു? അല്ല, നമ്മൾ എഴുത്തിൻ്റെ സമയത്ത് നമ്മളെ മനസ്സിലുള്ള ഐഡിയാസ് തന്നെയായിരുന്നു കുറേ ഇങ്ങനെയൊക്കെ വരണം എന്നുള്ളത്. പിന്നെ നമ്മൾ കണ്ടതും നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ ബാക്കി. അപ്പം അങ്ങനെ കുറേ സാധനങ്ങൾ പറഞ്ഞ് ചെയ്യുകയായിരുന്നു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഇവര് രണ്ടുപേരെയും കൂടെ സ്ക്രീനിൽ നിർത്തിയിട്ടേ? ചേട്ടന്റെ ഫസ്റ്റ് ലൈക്ക് ഡെബ്യൂ ഡയറക്ടോറിയലാണ്. ഇപ്പം മലയാള സിനിമയില് നമ്മൾ എന്നും അഭിമാനിക്കുന്ന 2 താരങ്ങളെ വെച്ചിട്ടാണ് ആക്ഷനും കട്ടും വിളിക്കുന്നത്. അതിന് എന്തായിരുന്നു? എക്സൈറ്റ്മെന്റ് ആയിരുന്നോ, ടെൻഷൻ ആയിരുന്നോ? അത് എന്തോ ഒരു ഫീലായിരുന്നു ആ സമയത്ത്. ഒരു ദൈവികമായ എന്തൊരു ഫീൽ എനിക്ക് അന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം രണ്ടുപേരും നമ്മൾ അത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഇവർ രണ്ടുപേരുടെയും സിനിമകൾ തന്നെയാണല്ലോ നമ്മൾ കണ്ട് വളർന്നിട്ടുള്ളത്. അപ്പോൾ അവരെ നമുക്ക് സ്ക്രീനിൽ കൊണ്ടുവരാൻ, നമ്മൾ എഴുതിയ ഡയലോഗ് അല്ലെ നമ്മൾ എഴുതിയ സിറ്റുവേഷനിൽ അവർ അഭിനയിക്കുക, നമ്മളെ ക്യാരക്ടറായിട്ട് നിൽക്കുക, നമ്മൾ പറഞ്ഞ ഔട്ട്ഫിറ്റിൽ നമ്മൾ പറഞ്ഞ ഓർണമെൻറ്റ്സ് എല്ലാം ഇട്ട് വന്ന് ഇപ്പോൾ 2 പേരും ഞാൻ ആദ്യം കണ്ടപ്പോൾ നമ്മൾ ആ മുണ്ടിലൊക്കെ വന്ന് 2 പേരും നിൽക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു ഫീലായിരുന്നു. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ ഈ സിനിമ യാഥാർത്ഥ്യമാവുന്നതിന് മുമ്പ് പടം ഓണാവാൻ പോവുകയാണ്, ദിലീപേട്ടനുണ്ട് ലാലേട്ടനുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്തായിരുന്നു ചേട്ടാ പൊതുവെ ലൈക്ക് ചേട്ടൻ്റെ ചുറ്റുമുള്ളവരുടെയൊക്കെ ഒരു റെസ്പോൺസ്? കാരണം നമ്മൾ ദിലീപേട്ടൻ നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ 14 വർഷമായിട്ട് ഇവരെ ഒരുമിച്ച് നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഇവരെ ചേട്ടൻ്റെ ആദ്യത്തെ പടത്തിൽ ഇവരെ ഒരു സംഗമമാണ് മുമ്പിലേക്ക് കൊണ്ടുവരാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു പബ്ലിക്കിൻ്റെ, ചേട്ടൻ്റെ ചേർന്ന് നിൽക്കുന്നവരുടെ ഒരു റിയാക്ഷൻ? അല്ല, ഇതിലിപ്പോൾ ലാലേട്ടൻ വരിക എന്ന് പറയുന്നത്
ഇതിൻ്റെ ഷൂട്ടൊക്കെ തുടങ്ങി കുറേ സമയത്തിന് ശേഷമാണ് അത് സംഭവിക്കുന്നത്. പക്ഷെ അപ്പോഴും മനസ്സിലുണ്ടായിരുന്ന ലാലേട്ടൻ വരും, ആ ക്യാരക്ടറിന് വേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. അതാണ് നിങ്ങളത് സീക്രട്ട് ആക്കി വെച്ചത്. നമ്മളത് മണത്തറിഞ്ഞിരുന്നു. അല്ല, പക്ഷെ അന്ന് ഈ പുറത്ത് വരുമ്പോഴും ഇത് കൺഫേം അല്ല. ഇത് ആൾക്കാരിത് ലാലേട്ടൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ടെൻഷനിലായിരുന്നു നമ്മളുണ്ടായിരുന്നത്. അത് തോന്നിയാൽ മതി ഇവന്മാരിതെങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ള പോലെ. അതാ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ എന്നാലും ദിലീപേട്ടൻ ആദ്യം ജോയിൻ ചെയ്യുന്നു എന്നുള്ള അറിയുമ്പോൾ തന്നെ നമ്മൾ ഇപ്പോൾ എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയുന്ന ഞാൻ ഇവരൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ സിനിമയിൽ ഇവർ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ചുറ്റുള്ള ആൾക്കാർക്ക് ഭയങ്കര സന്തോഷവും ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ആയിരുന്നു. നീ എങ്ങനെ ഇവരെ വെച്ച് ചെയ്യും എന്നൊക്കെയുള്ള സാധനമായിരുന്നു. അപ്പോൾ അത് ടെൻഷനും ഉണ്ടായിരുന്നു, അത് ആ സമയത്ത് തന്നെ എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളി. എന്തായാലും എല്ലാം മനസ്സിൽ ഉദ്ദേശിച്ചതുപോലെ തന്നെ ഇറ്റ് കെയിം ഔട്ട് ഈവൻ ബെറ്റർ ആയിട്ട് അല്ലേ? ഓക്കെ. സെന്തിലേട്ടാ, ഈ പറഞ്ഞൊരു എക്സൈറ്റ്മെന്റ് ചേട്ടനും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ചേട്ടന്റെ സീൻ, എല്ലാ സീനും ചേട്ടനെ എപ്പോഴൊക്കെ സ്ക്രീനിൽ നമ്മൾ കണ്ടിരുന്നു അപ്പോഴൊക്കെ ആ ഒരു മോബിന്റെ ഇടയിൽ നിന്ന് ഒരു ചിരി വന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു എക്സൈറ്റ്മെന്റ് ചേട്ടനും ഉണ്ടായിരുന്നില്ലേ? ഞാൻ ചെയ്ത സമയത്ത് വിചാരിച്ചില്ല തിയേറ്ററിൽ ഇത്രയും ഇമ്പാക്ട് ഉണ്ടാക്കുന്ന സീക്വൻസുകളായിരിക്കും എൻ്റെ തന്നെ. കാരണം നമ്മള് ആ ന്യൂസിന്റെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് എടുത്ത് വെച്ചിട്ട് അത് ഇത് ഓരോ സ്റ്റേജിലും എന്നോട് ചോദിക്കും ഇത് എങ്ങനെയുണ്ടാവും എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ പറയും വർക്കാവും, പക്ഷേ ടെൻഷൻ ആവണ്ട എന്നൊക്കെ പറയും. പുള്ളിക്ക് ടെൻഷനായിരുന്നു, ഇത് സീൻ ഉണ്ടാവുമോ, കുറഞ്ഞു പോവോ എന്നൊക്കെയുള്ള. ഡബ് ചെയ്ത് കഴിഞ്ഞ ശേഷം രണ്ടാമത് ഡബ് ചെയ്യാൻ വെച്ചു. അതിലൊരു സീക്വൻസ് ദിലീപേട്ടൻ ഒന്ന് കണ്ടിട്ട് വീണ്ടും അത് വേണമെന്ന് പറഞ്ഞിട്ട് അത് ആ സീൻ അതിൽ ആഡ് ചെയ്തു. പക്ഷെ അതിന് നല്ല ചിരിയുണ്ടായിരുന്നു. അതെ, ചേട്ടനെ എപ്പോഴൊക്കെ സ്ക്രീനിൽ കണ്ടോ അപ്പോഴൊക്കെ ഓഡിയൻസ് ചിരിക്കുമായിരുന്നു. ആ കോമഡീസ് ഒക്കെ നല്ല രീതിയിൽ വർക്ക് ആയിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരുപാട് താരങ്ങളുള്ള ദിലീപേട്ടനും ലാലേട്ടനും മറ്റേ പേര് പറയാമല്ലോ, അത് ഞങ്ങൾ മറ്റേ ഇന്റർവ്യൂലേ പറഞ്ഞല്ലേ. അപ്പൊ അങ്ങനെ ഒരുപാട് വലിയ താരങ്ങളുള്ള പടത്തിൽ ഒരു ഭാഗമാകാൻ കഴിയുന്ന ഒരു വലിയ കാര്യമല്ലേ. പിന്നെ അത് ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് ചേട്ടന്റെ ഫിലിമോഗ്രഫിയിൽ ബബ ഉണ്ടാവൂലേ? പിന്നെ ഉറപ്പായി. സോ യു ഫീൽ വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ ആയിരിക്കും ഷമീർക്കും അല്ലേ? ഉറപ്പായിട്ടും. എന്താ ഇത്രയും വലിയൊരു പരിപാടിയുടെ ഭാഗമാകാൻ പറ്റിയതിന്റെ സന്തോഷത്തിലാവും. ഈ സിനിമയിൽ പിന്നെ ലാലേട്ടനെ നേരിട്ട് കാണുക ഇല്ല. ഞങ്ങള് ഒരുമിച്ച് കോംബോ ഇല്ലല്ലോ. ഇല്ല. ശരിക്കും പറഞ്ഞാല് ഞങ്ങള് മാത്രമേ കോംബോ ഉള്ളൂ. ഇവരെ ഒരുമിച്ച് ഞാൻ സ്ക്രീനിലാണ് കണ്ടേക്കുന്നത്. നമ്മൾ ഓപ്പോസിറ്റ് സൈഡായിരുന്നു. പിന്നെ നമ്മൾ ക്ലൈമാക്സിന്റെ ഏരിയയിൽ നമ്മൾ അവിടെ എവിടെയും കാണുന്നുണ്ട്, പക്ഷെ ഞാൻ കാണുന്നില്ല. ഞങ്ങളില്ല. അപ്പം മൊത്തത്തിൽ വളരെ എക്സൈറ്റഡ് ആണ് ടു ബി എ പാർട്ട് ഓഫ് ദ ഫിലിം. ഓക്കെ. ദിലീപേട്ട മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ മോർ ദാൻ 3 decades ആയിട്ടുള്ള ഒരു വെറ്ററൻ ആക്ടറാണ് ദിലീപേട്ടൻ. അപ്പം ഇപ്പം നമ്മുടെ മലയാളികളുടെ കോമഡി ആസ്വദിക്കുന്ന രീതി മാറി വന്നിട്ടുണ്ട് എന്ന്, ലൈക്ക് കോമഡി ഏറ്റവും നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ദിലീപേട്ടൻ്റെ ഒരു അനാലിസിസ് എന്താണ്? അല്ല, കോമഡി ഇപ്പോൾ നമ്മൾ ചെയ്ത പഴയ സിനിമകൾ തന്നെ, ഇപ്പോൾ ഞാനാണെങ്കിലും ലാലേട്ടനാണെങ്കിലും മമ്മൂക്ക, എല്ലാവരും ജയറാമേട്ടൻ അടക്കം ചെയ്തിട്ടുള്ള, സുരേഷ് ഏട്ടൻ ചെയ്തിട്ടുള്ള സിനിമകൾ ടി വിയിൽ വരുമ്പോൾ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. പുതിയ കുട്ടികളും ആസ്വദിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എവർഗ്രീൻ ആയിട്ട് ഇരുന്ന് കണ്ടു ചിരിക്കാനുള്ള സിനിമകളാണ് സിനിമ. പക്ഷേ അന്ന് നമ്മൾ ഈ സ്ലാപ്സ്റ്റിക്ക് ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ള ഒരു പരിപാടികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാർ ആ രീതിക്കല്ല പോകുന്നത്. കോമഡിക്ക് തന്നെ പല വേർഷൻ ഉണ്ടല്ലോ. ചില സിറ്റുവേഷൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വർക്കൗട്ട് ആയിരിക്കുന്നത് സിറ്റുവേഷൻ കോമഡി. പിന്നെ അങ്ങനെ പോകുമ്പോൾ കുറേ സിറ്റുവേഷൻ കോമഡി ആകുമ്പോൾ ചിലപ്പോൾ ഒരു ഇതിൽ സ്ലാപ്സ്റ്റിക്കിന് താല്പര്യമുണ്ട്. ഇപ്പോൾ ഷമീർ ചെയ്ത പ്രേമലൂല് സ്ലാപ്സ്റ്റിക്കില്ല. അല്ല, ഞങ്ങൾക്ക് സ്ലാപ്സ്റ്റിക് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. ഹ്യൂമറിൻ്റെ ഒരു എക്സാറേറ്റഡ് ഫോമാറ്റാണ്. അപ്പം അതെന്ന് വെച്ചാൽ ഓരോ സബ്ജക്റ്റിനോട് അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇപ്പോൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് പോകുന്ന സാധനത്തിൽ കൊണ്ട് നമ്മൾ സ്ലാപ്സ്റ്റിക്ക് ചെയ്യുമ്പോൾ അത് എറിച്ചിക്കും. അതിനകത്ത് ആ സിറ്റുവേഷന് സപ്പോർട്ട് ചെയ്യുന്ന ചിലപ്പോൾ കൊച്ചു തമാശയായിരിക്കും അവിടെ സംഭവിക്കുന്നത്. പക്ഷെ നമുക്കത് വലിയ ചിരിയായി മാറിയേക്കാം. വലിയ സ്ലാപ്സ്റ്റിക് തമാശയുടെ ഇടയ്ക്ക് ഒരു കൊച്ചു ചിരി ചിലപ്പോൾ മുങ്ങിപ്പോയേക്കാം. കാരണം അതിൻ്റെ ഡോസ് വേറെ ലെവലില്ല. പണ്ടൊക്കെ നമ്മുടെ സിനിമയിൽ അഭിനയിക്കാൻ അമ്പിളിച്ചാട്ടനും അലീനച്ചാട്ടനും ഇതിൻ്റെ മീറ്റർ എത്രയടാ എന്ന് ചോദിക്കും. അപ്പം നമ്മൾ പറയും ഇത് 80 കേട്ടോ എന്ന് പറയും. ചിലത് 100 പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ വെട്ടമൊക്കെ 100 പോണേ. ചിലത് നമ്മൾ ചെയ്യുന്നത്
ഭയങ്കര ഒരു 40-ലൊക്കെ ആയിരിക്കും, സെറ്റിലായിട്ടായിരിക്കും ചിലത് പോയിക്കൊണ്ടിരിക്കുന്നത് ആ തമാശകൾ. നമ്മളന്ന് അങ്ങനെ ഈ 100-80 എന്ന് പറയുമ്പോൾ നിങ്ങളെ ഏത് കാര്യം എല്ലാവർക്കും മൂട്ടിൽ തീ പിടിച്ച അവസ്ഥയാണ്. ഓ ആ പെർഫോമൻസ് ലെവലാ പറയുന്നത്. ആ ഒരു സ്പീഡും രീതി അതാണ്. എന്നൊക്കെ ചെയ്യുമ്പോ അപ്പൊ അല്ലാത്തതിലൊക്കെ ആണെങ്കിൽ ഏതാ എന്നൊക്കെ അങ്ങനെ ഇതിന്റെ മീറ്ററുകൾ പല രീതിയിൽ പോയിക്കൊണ്ടിരിക്കും. മറ്റു നമുക്ക് തോന്നും ഇയാൾക്ക് കുഴപ്പമുള്ളൂ അയക്ക് കുഴപ്പമുള്ളൂ എന്ന് ഉള്ള രീതികളുണ്ടാവും. അത് ഓരോ സബ്ജക്റ്റിനനുസരിച്ചിട്ടാണ് രീതിയിൽ. തമാശകൾ എപ്പോഴും ജെന്യുവിനായിട്ട് നിൽക്കുന്നത് റിയലിസ്റ്റിക് സിറ്റുവേഷൻ ഹ്യൂമറാണ്, ഏത് സമയത്തും വർക്കൗട്ടായിരിക്കണം. അതിനാണ് ചാർലി ചാപ്ലിൻ ഏറ്റവും വലിയ കോമഡി ആയിട്ട് മാറും. ചാർലി ചാപ്ലിൻ്റെ ഫിലിംസ് കണ്ടറിയാം. ഇക്ക ഇപ്പം ഇതിനകത്ത് വരുമ്പോൾ ഇക്കയുടെ സീൻ ഇതേപോലെ ചിരി ഉണർത്തുന്ന ഒരു സീനിലാണ് ഇക്ക ഇതിനകത്ത് വരുന്നത്. എന്നാൽ നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഇപ്പം സ്പീഡ്, കൊച്ചി രാജാവുള്ള സിനിമകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ വില്ലനായിട്ടാണ് വന്നിട്ടുള്ളത്. വിച്ച് വൺ ഡു യു എൻജോയ് ദ മോസ്റ്റ്? ഇതേപോലെ ഹ്യൂമർ ചെയ്യുന്നതാണോ ഇപ്പം, അതോ പഴയ ആ ഒരു കട്ടക്ക് നിൽക്കണ വില്ലനിസം മിസ് ചെയ്യുന്നത്? രണ്ടും നല്ലതാണ്. ആ കഥയ്ക്ക് ഏതാണോ യോജിക്കുന്നത്, അതിലെന്താണോ പെർഫോം ചെയ്യാൻ പറ്റുന്നത് അതാണ്. അതും ചെയ്യാൻ ഇഷ്ടമാണ്, ഇതും ചെയ്യാൻ ഇഷ്ടമാണ്. രണ്ടും രണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആണ്. ആക്ടർക്ക് ഏതിലേയും പോകാൻ പറ്റണമല്ലോ. പിന്നെ ഇതിൽ തന്നെ കണ്ടിട്ടില്ല, അത് കാണുമ്പോൾ അതിലൊരു വെറൈറ്റി വരുന്നു. ഇത് തന്നെ 10 സിനിമ ആകുമ്പോഴത്തേക്കും ഒരു വില്ലൻ ചെയ്യാൻ തോന്നും, അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ ക്യാരക്ടർ ചെയ്യാൻ തോന്നും, അല്ലെങ്കിൽ ഒരു ബ്രദറിൻ്റെ ക്യാരക്ടർ ചെയ്യാൻ തോന്നും. അങ്ങനെ ഡിപ്പെൻഡ്സ്. ഇപ്പം ഇതിൻ്റെ അകത്ത് വന്നിട്ട് നല്ല രീതിയിൽ ഒരു ഹ്യൂമർ വർക്കൗട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈക്ക് ആ ഒരു ഇച്ചിരി സീനേ ഉള്ളെങ്കിലും അതിൽ ചിരി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് 2 കൺട്രീസ് ആണ്. അതിലും ആ ഒരു ചെറിയ സീനേ ഉള്ളെങ്കിലും ആ സിനിമയിൽ ചിരിക്കാനുള്ള സീനുകളിൽ ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സീനാണിത്. ദിലീപേട്ടൻ്റെ കൂടെ കോമഡി വർക്കൗട്ട് ചെയ്യുമ്പം എന്തെങ്കിലും സ്പെഷ്യാലിറ്റി തോന്നിയിട്ടുണ്ടോ? ഞാൻ ബാലുചേട്ടനോട് ഇതിനു മുമ്പുള്ള ഇൻ്റർവ്യൂവിന് ബബയ്ക്ക് വേണ്ടിയിട്ട് തന്നെ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ദിലീപേട്ടൻ കയ്യിൽ നിന്ന് എടുത്തിട്ടിട്ട് ആ ഒരു സമയത്ത് ഓരോ സാധനങ്ങൾ ചെയ്യും എന്ന്. ഡു യു ഫീൽ ദ സെയിം? ഇത് രണ്ട് മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. രണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇന്നതാണെന്ന് പറയണ്ട. ഐ ക്യാൻ ഫീൽ. അത് പേഴ്സണലി അങ്ങനെയാണ്, പേഴ്സണലായിട്ടും അങ്ങനെയാണ്. എനിക്ക് ഈ മനസ്സറിയാം. ഓക്കെ, അതേപോലെ ദിലീപേട്ടൻ എന്നെ അറിയാം. സോ അതിൻ്റെ ഒരു വൈബ്രേഷൻ വേറെയാണ്. സോ അത് അങ്ങോട്ട് പോയിക്കോളൂ, ഇങ്ങനെ ആയിക്കോളൂ. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് റിയാസിക്ക മറ്റേ ഡയലോഗ് എന്ന് പറയും, കൊച്ചി രാജാവിലെ സൂര്യ എല്ലാം എൻ്റെ തെറ്റാണ്. സൂര്യ തെറ്റിൻ്റെ ഭാഗത്താ. നിങ്ങൾ ആക്ച്വലി പണ്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഇപ്പോഴാണ് ട്രെൻഡിങ് ആയിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ ആയല്ലോ. How do you feel about that? എടാ നിങ്ങളതൊക്കെ ഇപ്പോഴാണോ ശ്രദ്ധിക്കുന്നത്? അതാണ് ദിലീപേട്ടൻ പറഞ്ഞ പോലെ ഓരോ കാലഘട്ടം മാറുമ്പോൾ അവർക്ക് അത് ഇഷ്ടമാണ്, അവർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ട്. സോ അത് ഇപ്പോഴും തിയേറ്ററിൽ വന്നാൽ ഇനി പുതിയ കോമഡി അങ്ങനെ മാറിപ്പോയിട്ടോ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതിൻ്റെ രീതികൾ, ആസ്വാദന രീതികൾ മാറിപ്പോയിട്ട് ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ ചിലപ്പോൾ കൊച്ചു കാര്യങ്ങൾ മതി ഭയങ്കരമായിട്ട് നമുക്കപ്പോൾ ഇതിലിപ്പോൾ എന്താ അത്ര ചിരിക്കാൻ ചിലപ്പോൾ തോന്നിയത്. അത് വ്യത്യാസങ്ങളായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഭയങ്കര തമാശ പറഞ്ഞ കുട്ടികൾ ഇതിലിപ്പോൾ എന്താ പത്ര ചിരിക്കാന്ന് അതും തോന്നിയേക്കാം. അത് പറയാമോ, അത് ആ സാഹചര്യത്തിനനുസരിച്ചിട്ട് എങ്ങനെ പോകുന്നു എന്നുള്ളതാണ്. രണ്ട് ടൈപ്സ് ആണ്. ഇപ്പോൾ വടിവേലുണ്ട്, യോഗി ബാബു ഉണ്ട്. വടിവേലുടെ കോമഡി എല്ലാം പുള്ളിയുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ കൊണ്ടാണ്, ബോഡി ലാംഗ്വേജ്. യോഗി ബാബു ഒന്നും ചെയ്യില്ല, സിമ്പിളായിട്ട് ഡയലോഗ് ഇങ്ങനെ ഇട്ടിട്ട് പോകുള്ളൂ, അത്രേ ഉള്ളൂ. ഞാൻ ധനഞ്ജയ ചേട്ടൻ്റെ ഇൻ്റർവ്യൂ നേരത്തെ എടുത്തപ്പോൾ ധനഞ്ജയ ചേട്ടൻ പറയണേ, ഞാൻ എങ്ങനെയാണ് ഇപ്പം ഇത് ലോജിക് ഇല്ലാത്ത ഒരു എന്താ പറയുക ഒരു മാഡ്നെസ് നിറഞ്ഞ ഒരു കഥയാണ്, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, എങ്ങനെയാണ് ദിലീപേട്ടനെ പോലുള്ള ഒരു ആക്ടറിനെ ഇത് പിച്ച് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ദിലീപേട്ടൻ കഥ കേട്ടത് ഫുൾ കണ്ണടച്ചിരുന്നിട്ടാണ് എന്നാണ് എന്നോട് പറഞ്ഞത്. നമ്മൾ അവർ പറയുമ്പോൾ നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിഷ്വൽ തോട്ടാണ്. അപ്പോൾ ദിലീപേട്ട ഒരു കഥ കേൾക്കുമ്പോൾ യു വിഷ്വലൈസ് ഇറ്റ് മനസ്സിൽ? നമ്മളത് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ പണ്ട് ഈ സിബി ഉദയനാണ് കൂടുതൽ കഥ പറയൽ, സിബി ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഞാനിങ്ങനെ കണ്ണടച്ചിരുന്ന് ചിലപ്പോൾ ഇവർക്ക് ഫീൽ ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവാം. ഉദയൻ അവിടെ ഇരുന്ന് ഫുൾ കഥ പറയും. ഞാൻ അതൊന്നും വിഷയമല്ല, പുള്ളി കഥ പറഞ്ഞിട്ട് പുള്ളി അപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞു, ഇതാണ് എൻ്റെ ഇതാണ്, ഓക്കെ. അപ്പോൾ ആദ്യത്തേൽ ഉദയന സിബിയാണ് എന്താ കഥ പറയുമ്പോൾ ഉറങ്ങണ പോലെ മൗത്ത് നോക്കാതെ ഇരുന്നിട്ട് എന്നുള്ളൊരിത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഇവർ സ്ക്രിപ്റ്റൊക്കെ എഴുതി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾ മറ്റേ സീൻ അവിടെ
അത് അത് ഇവര് നോക്കിയാക്കിട്ട് അത് പിന്നെ ഉദയം പറഞ്ഞേ ഞങ്ങൾ വിചാരിച്ച് താൻ അത് എവിടേക്കോ എന്തൊക്കെയോ കേൾക്കണമെന്നല്ലാതെ ഞാൻ പറഞ്ഞു ഞാനിരുന്ന് സിനിമ കണ്ടുകൊണ്ടിരുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് ഇവർ പറഞ്ഞ 2-3 സീൻ മാറ്റിയിട്ട് കൊണ്ടുവന്നപ്പോൾ ഞാൻ ചോദിച്ചു ആ സീൻ ഇതിൻ്റെ മെയിൻ കാര്യമല്ലേ, എന്താ അത് മാറ്റിയത് എന്ന് ചോദിക്കണ്ടേ. അതിനുശേഷമാണ് ഈ ഉദയൻ ഞാൻ എത്ര ഉറങ്ങിയാലും കഥ പറഞ്ഞിരിക്കുന്നത്. കാരണം അയാൾക്കറിയാം ഞാനത് ഫുൾ കേൾക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റില്ല. അങ്ങനെ പാടാണ് കഥ കേൾക്കാൻ. ഞാൻ അതിങ്ങനെ കേട്ട് ഇങ്ങനെ ഇരുന്ന് ഞാൻ അത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഞാൻ ഫുൾ സിനിമ കണ്ടു കഴിഞ്ഞു. മനസ്സിൽ നമ്മൾ ഒരു സിനിമ കാണുകയല്ലേ, അതിലെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുമ്പോൾ അന്ന് നിങ്ങൾ ഇങ്ങനെയല്ലേ പറഞ്ഞത്, അതെന്താ ഇല്ലാത്ത, അതെന്താ മാറ്റുന്നത്, അല്ലാട്ട് അത് വർക്ക് ചെയ്തു വന്ന് പിന്നെ ഇന്നൊരു പ്രോബ്ലം കൊണ്ടാണ് ആ സീൻ വർക്കൗട്ട് ആവില്ല. ഇവർ കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ സിനിമ വലിയ സിനിമയാണ്, ഇത് 3.5 മണിക്കൂറുണ്ട് ഈ സിനിമ. ഞാൻ ഇവരുടെ അടുത്ത് അല്ലേ ഞാൻ പറഞ്ഞതല്ലേ, പറഞ്ഞ പോലെ തന്നെ 3.5 മണിക്കൂർ ഷൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ പക്ഷെ അതിൽ നിന്ന് നല്ല സാധനങ്ങൾ ഇതാക്കാന്ന് പറയും. അതാണ് ബബ്ബബ്ബ എന്ന് പറഞ്ഞ സിനിമയായിട്ട്. കാരണം ഭയങ്കര ഫാസ്റ്റ് ബബ്ബബ്ബ എന്ന് പറഞ്ഞ മാഡ്നെസ് ആ രീതിക്കാണ് പോകുന്നത്. അപ്പോൾ അതിൽ അപ്സ് ആൻഡ് ഡൗൺസ് വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ബോറടിക്കാൻ തുടങ്ങും. അപ്പോൾ പതുക്കെ ഫോണെടുത്ത് ഇതൊക്കെ ആക്കാൻ തുടങ്ങും. നമ്മൾ അവരെയും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ സിനിമ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആദ്യം കാണേണ്ടത് ഓഡിയൻസ് ഏത് മൂഡിലിരിക്കണം എന്നുള്ള, ആരുടെ മുമ്പിലേക്ക് സിനിമ കൊടുക്കുന്നത്. തുടങ്ങി 10 മിനിറ്റിനുള്ളിൽ ഈ വന്നിരിക്കുന്ന ആൾക്കാർ ഇന്നാവണം, എന്നാലാണ് ഈ സിനിമയുടെ ഭാഗമായിട്ട് അവർ കയറാൻ തുടങ്ങും. പിന്നെ അവരിടയ്ക്ക് ഫോണിൽ പോകരുത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പണ്ടത്തെ റൈറ്റേഴ്സിന് ഇതൊന്നും ആവശ്യമില്ലായിരുന്നു. ഇപ്പോൾ റീൽസും മറ്റതൊക്കെ വന്നുമ്പോൾ ജനങ്ങൾ വെച്ചാൽ നമ്മളുടെ ടേസ്റ്റ് മാറാൻ തുടങ്ങി. നമുക്ക് 2.5 മണിക്കൂർ 3 മണിക്കൂർ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഫുൾ എൻഗേജ് ആയിട്ട് ഇങ്ങനെ ഇരിക്കണമെങ്കിൽ ഇപ്പം ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഹാർട്ട് ബീറ്റ് മ്യൂസിക്കാണ്. ഗോപി സുന്ദരത്തിന് നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം തിയേറ്ററിൽ അങ്ങനെ ഓളം സൃഷ്ടിച്ച് കൊണ്ടുപോയിരിക്കുന്നത് ഗോപിയാണ്. ഗോപി എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ഞാൻ വർക്ക് ചെയ്ത എനിക്ക് ഒരുപാട് ഹിറ്റുകൾ തന്നിട്ടുള്ള ആളാണ് ഗോപി. നമ്മുടെ ഒരുപാട് സിനിമകൾ, അതല്ല മലയാള സിനിമയിൽ തന്നെ ഒരു മാസ്റ്ററാണ്. ശരിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നതിൻ്റെ മാസ്റ്ററിൽ എടുത്തു പറയേണ്ട ഒരാളാണ് ഗോപി സുന്ദർ. അപ്പം ആ ഗോപിയുടെ വർക്കൊക്കെ ഇതിന് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് തിയേറ്ററിൽ. ധനഞ്ജയ് ചേട്ടനോടാണ് എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ആക്ച്വലി സിനിമയുടെ പോസ്റ്ററും ട്രെയിലറും സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടപ്പോൾ ഞാൻ ഓർത്തു എവിടെയെങ്കിലും ഒരു നായികയെ നിങ്ങൾ സസ്പെൻസ് ആക്കി വെച്ചിരിക്കുകയായിരിക്കും. തിയേറ്ററിൽ വന്ന മുഴുവൻ പടവും കണ്ടതിന് ശേഷം പാവം ലാസ്റ്റ് നമ്മുടെ റഡാറിന് ഒരു ലൈഫ് പാർട്ണറെ കിട്ടും എന്നാണ്. എന്താണ് പക്ഷേ ഇവർ കഥ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നല്ലേ? ആ കണ്ടോ, കഥ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ടൈലൻ്റൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഈ സിനിമ ഷൂട്ടിങ് തീർക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വേറെ പടത്തിൽ പോണെന്ന് പറഞ്ഞിട്ട് പിന്നെ നിർബന്ധിച്ചില്ല. ഉണ്ടായിരുന്നു അത് ഉണ്ടായിരുന്നല്ലേ? പറയൂ ചേട്ടാ. അല്ല, ഗില്ലി ബാലയുടെയും റഡാറിന്റെയും കഥ കഴിഞ്ഞിട്ടില്ലല്ലോ, ഇനിയുണ്ടല്ലോ. അപ്പൊ എന്തായാലും കൺഫേം സെക്കൻഡ് പാർട്ട് ഉണ്ട്. അടിപൊളി. അപ്പൊ അവിടെ ആയിരിക്കും കുറേ കൂടെ നമുക്ക് SJ സൂര്യയുടെ അല്ലെ ആ ഒരു ഇവരുടെ ഏരിയ ഒക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ കുറച്ച് പോകുന്നത് ആ ഏരിയയിലായിരിക്കും. ദിലീപേട്ട ഇതേപോലെ ഒരു ഗാങ്സ്റ്റർ അല്ലെങ്കിൽ ഒരു ഡോൺ ക്യാരക്ടർ ചെയ്യുമ്പം ദിലീപേട്ടൻ്റെ സ്ക്രീനിൽ കാണുമ്പോൾ ഒരു പ്രത്യേക കരിഷ്മയാണ്. ഇപ്പം പരമശിവത്തെയൊക്കെ കാണുന്ന ഒരു ഓറയുണ്ട് അതിന്. അത് ദിലീപേട്ടന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുമ്പം. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടമുണ്ട്. ഇപ്പം റൊമാൻറ്റിക് ഹീറോ വൈബുള്ളത്, ഗാങ്സ്റ്റർ വൈബുള്ളത്, ഒരു വീട്ടിലെ ഒരു അച്ഛനാവുന്നത്. സോ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സിനോടൊരു പ്രത്യേക ഇഷ്ടം. അല്ല, നമ്മൾ ചെയ്യുന്നത് നന്നായി ചെയ്യാം. എനിക്ക് തോന്നുന്നു റൊമാൻസ് ചെയ്യണമെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക് കഥകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു ആളാണ് ഞാൻ. പിന്നെ കാരണം എൻ്റെ എല്ലാ സിനിമകളുടെ ബേസ് റൊമാൻസ് ആയിരിക്കും. ഭൂരിഭാഗം സിനിമകൾ അങ്ങനെ വന്നിട്ടുള്ളൂ. പിന്നെ നമ്മളിപ്പോഴും ഇപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ജോർജ് സാറിൻ്റെ അടുത്ത്, സാർ ഞാൻ ഓക്കെയാണോ ഇതിന് മറ്റേ വാളയാർ പരമശിവം. കാരണം അയാൾ വലിയ സ്പിരിറ്റ് മാഫിയ അങ്ങനത്തെ ഒരു ഹെഡാവുക മീൻസ് അയാളുടെ ബ്രെയിനി പരിപാടികളാണ്. പിന്നെ അതുപോലെ ഞാൻ ഹോം മിനിസ്റ്ററായിട്ട് ലയൺ ചെയ്യുമ്പോൾ സാറിനോട് ഞാൻ ഓക്കെ ആണോ? കാരണം വെച്ചാൽ അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളാണ്. അത് ഈ മൊത്തത്തിൽ വരുമ്പോൾ എല്ലാം കൂടി കറക്റ്റായിട്ട് വരുമ്പോഴാണ് ഇത് നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ ഒരു ഭയങ്കര രസം തോന്നുകയെന്ന് പറയില്ലേ. ഇപ്പം ആ ഒരു ഇതുണ്ട്, ലൈക്ക് ഐ ക്യാൻ ക്യാരി ദിസ് എന്നുള്ളൊരു. എപ്പോഴും ക്യാരി ചെയ്യും, ഇപ്പോഴല്ല.
പിന്നെ അന്ന് അത് എത്രയോ റീൽസിലാ വന്നിട്ടുള്ളത്. മറ്റേ ഡോൺ പോ എൻ്റെ ഫേവററ്റ് ആണ് ആ സംഭവം. അത്രയും ഇതിന് ഇടയിൽ കൂടെ വരുന്നത്. ആ ഒരു വൈബൊക്കെ നമുക്ക് തരുന്ന ഒരു മൂവിയാണ് കേട്ടോ ബബബ. അപ്പം എന്തായാലും അതേപോലെ ഒരു സിനിമ നമുക്ക് തന്നതിൽ ഒരുപാട് ഒരുപാട് താങ്ക് യു. അത് എടുത്തു പറയേണ്ടത് ഈ സിനിമ ഈ ലെവലിൽ എത്തിച്ചത് കാരണം ഇതിന് ഈ പറയുമ്പോൾ ഇതെല്ലാം ശരിയാക്കി തരുന്ന ഒരു വലിയ ഒരാളാണ് എൻ്റെ നിർമ്മാതാവ്. ഏത് സിനിമയ്ക്കും ആ നിർമ്മാതാവിൻ്റെ തീരുമാനങ്ങളുണ്ട്. നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ധനഞ്ജയെ സംബന്ധിച്ച് ധനഞ്ജയ ഏറ്റവും ലക്കിയായിട്ടുള്ള ഒരാളാണ്. കാരണം ഇപ്പോഴത്തെ ഇതിലിപ്പോൾ വിനീതാണെങ്കിലും ധ്യാനാണെങ്കിലും പിന്നെ ഞാനുണ്ട്, ലാലേട്ടനുണ്ട്, SJ ഇത് ഒരാൾക്ക് പെട്ടെന്ന് സംഘടിപ്പിക്കാൻ പറ്റുന്ന സാധനങ്ങളല്ല. പിന്നെ അത് ഒരു സിനിമയിൽ കൊണ്ടു കൊടുക്കുക എന്ന് പറയുന്ന സാധനമുണ്ട്. അതിലെടുത്ത് പറയേണ്ടതെന്ന് ഗോപാലേട്ടൻ, ഗോകുലം ഗോപാലൻ, അതുപോലെ തന്നെ എൻ്റെ കൂടെ നിന്ന് കൃഷ്ണമൂർത്തി. ഇപ്പം ഇവർ രണ്ടുപേരെയും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഈ ബബ്ബബ എന്ന് പറഞ്ഞ സിനിമ വെച്ചാൽ അതിനുള്ള എല്ലാ ചേരുവകളും മറ്റുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ഇവർ പറയുന്ന ആർട്ടിസ്റ്റുകളെ മുഴുവൻ കൊണ്ടു കൊടുക്കുക എന്ന് പറയുന്നൊരു സാധനമുണ്ടല്ലോ. എപ്പോഴായിരുന്നു ഗോകുലം ഗോപാലൻ സാറിനെ കൊണ്ട് അഭിനയിപ്പിക്കാം എന്നുള്ള? നമ്മൾ അദ്ദേഹത്തെ സ്ക്രീനിൽ പുറകിലാണ് കണ്ടിട്ടുള്ളത്, ലൈക്ക് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് മാതിരി. പക്ഷേ എപ്പോഴാണ് അദ്ദേഹത്തെ ഫ്രണ്ട് ഓഫ് ദ സ്ക്രീൻ കൊണ്ടുവരാൻ? കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ, കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. കൊച്ചു കൊച്ചു സാധനങ്ങള് പല സിനിമകളിലും. ഇതിലാണ് ആദ്യമേ ഡാൻസ് കളിക്കുന്നത്. ഇതിലാണ് ആദ്യം ഡാൻസിലൊക്കെ. അതെങ്ങനെ കൺവിൻസ് ചെയ്ത്? അങ്ങനെ പൈസ ഇട്ട് മാത്രം നിൽക്കണ്ട, ഇത് കയറി ഒന്ന് അഭിനയിച്ചിട്ട് അതും കൂടി ഒന്ന് കാണിക്കും എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ദിലീപേട്ടന് ലാലേട്ടനുള്ള ഒരു ധൈര്യത്തിലാണോ അദ്ദേഹം ഇറങ്ങിയത്? ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് നമ്മൾ പിന്നെ ഈ കൂടെ നിൽക്കുക എന്ന് പറയും. ലാലേട്ടനൊക്കെ ആണെങ്കിലും പരം ശരിയാവൂടെ ശരിയാവോ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, പറ്റും കാലട്ടാ എന്ന് പറയാൻ ആ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ. അതെ, അവരുടെ സ്പിരിറ്റ് കണ്ടോ സാറേ എന്ന് പറയുന്നത് അല്ലേ. എന്തായാലും ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് സിനിമ നമുക്ക് എല്ലാവർക്കും. ക്യാമറ അർമോ നന്നായിട്ട് എല്ലാവരും അവരവരുടെ ജോലികൾ നന്നായി ചെയ്തു. ആൻഡ് ദിലീപേട്ട കോസ്റ്റ്യൂംസ് വെർ റിയലി നൈസ്. ഇപ്പം വെങ്കിച്ചേട്ടാ അടിപൊളി ഗെറ്റപ്പ് ആയിരുന്നു. അപ്പം ഇനിയിപ്പം സെക്കൻഡ് പാർട്ട് വരുമ്പോഴും ഇതേപോലെയൊക്കെ അങ്ങ് പിടിക്കാനാണ് പ്ലാൻ. സെക്കൻഡ് പാർട്ട് ഒരു നായിക വേണം. നായിക കിട്ടാനില്ലാത്താണെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, അപ്പം അതൊക്കെയാണ് ബബബയുടെ വിശേഷങ്ങൾ. സിനിമ ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് സിനിമ എന്തായാലും കാണാം. ഞാൻ കണ്ടു ആൻഡ് ഐ റിയലി എൻജോയ്ഡ് വാച്ചിങ് ദ ഫിലിം. സോ ഇതുപോലുള്ള സിനിമകൾ ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു.